നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറയിൽ സ്ഥാനാർത്ഥിയായി എം സ്വരാജ് വരണമെന്ന് CPM എറണാകുളം ജില്ലാ ഘടകത്തിന്റെ ആവശ്യം. സ്വരാജ് മത്സരിച്ചാൽ ജയസാധ്യത എന്ന വിലയിരുത്തലിലാണ് സെക്രട്ടേറിയറ്റ് ഈ ആവശ്യം സംസ്ഥാന നേതൃത്വത്തിന് മുന്നിൽ വെച്ചത്. എം സ്വരാജിന്റെ പേര് മാത്രമാണ് സെക്രട്ടേറിയറ്റിന്റെ ചർച്ചയിൽ വന്നത്. വടക്കൻ പറവൂർ ഏറ്റെടുക്കണമെന്നും VD സതീഷിനെതിരെ ശക്തമായ മത്സരം നടത്തണമെന്നും സെക്രട്ടേറിയറ്റിൽ ആവശ്യമുയർന്നു. എറണാകുളത്ത് 5 സിറ്റിംഗ് MLAമാർ തുടരണമെന്ന ചർച്ച ജില്ലാ സെക്രട്ടേറിയറ്റിന് മുന്നിലുണ്ടായി. എന്നാൽ UDFന് വലിയ മേൽക്കൈയുള്ള എറണാകുളം, ആലുവ, തൃക്കാക്കര സീറ്റുകളിൽ ചർച്ച നടന്നിട്ടില്ല. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വമാണ് അന്തിമ തീരുമാനമെടുക്കുക. അതേസമയം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പട്ടിക CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റും ചർച്ച ചെയ്തു. ചെങ്ങന്നൂരിൽ സജി ചെറിയാൻ തന്നെ മത്സരിക്കും. അരൂരിൽ ദലീമ അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി R നാസറാണ് പരിഗണനയിലുള്ളത്. കായംകുളത്ത് നിലവിലെ MLA ആയ U പ്രതിഭ മാറിയേക്കും. കായംകുളത്ത് ബാബു ജോൺ അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി R നാസർ എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത്. അമ്പലപ്പുഴയിൽ H സലാം, ആലപ്പുഴ ചിത്തരഞ്ജൻ എന്നിവരെയാണ് പരിഗണിക്കുന്നത്. ഉറച്ച സീറ്റിൽ ടേം വ്യവസ്ഥ പാലിച്ചും മുതിർന്ന നേതാക്കളെ മത്സരത്തിനിറക്കിയും ഒരാഴ്ചക്കകം സ്ഥാനാർത്ഥി പട്ടിക അന്തിമമാക്കാൻ ഒരുങ്ങുകയാണ് CPM. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളിൽ 4 പേരൊഴികെ ബാക്കിയെല്ലാവരും സാധ്യതാ പട്ടികയിലുണ്ടെങ്കിലും അന്തിമ തീരുമാനം സംസ്ഥാന നേതൃത്വത്തിൻ്റെതാകും. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും അടക്കം മുതിർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ സാന്നിധ്യത്തിലാണ് ജില്ലാ നേതൃയോഗങ്ങൾ നടക്കുന്നത്. 17 അംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, EP ജയരാജൻ, പുത്തലത്ത് ദിനേശൻ, CN മോഹനൻ എന്നിവരൊഴികെ ബാക്കിയെല്ലാവരും സാധ്യതയുള്ളവരെന്ന് വിലയിരുത്തി തന്നെയാണ് ചർച്ചകൾ. കുറ്റ്യാടി പേരമ്പ്ര സീറ്റുകൾ സംബന്ധിച്ച് ഉഭയകക്ഷി ധാരണയാകുമെന്ന മുറയ്ക്ക് TP രാമകൃഷ്ണൻ മത്സരിക്കുമോ എന്ന കാര്യത്തിലും ധാരണയാകും. MLAമാരിൽ ഭൂരിഭാഗവും മത്സരത്തിനുണ്ടാകും. തൃക്കരിപ്പൂരിൽ M രാജഗോപാലിന് പകരം VP മുസ്തഫ വന്നേക്കും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.